അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡി ഓഫ് റിലീജിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ HODയും സർവോപരി നാസ്തിക ഇസ്ലാമിക ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായ ഉസ്താദ് റഷീദ് ഉദവി എലക്കൺ ഉസ്താദാണ്. ഉസ്താദിനെ അതിനെ സ്വാഗതം ചെയ്യാം. ഉസ്താദ്, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ വിഷയങ്ങളാണ് മതസമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇസ്ലാമിക ആളുകൾ തന്നെ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിലുള്ള കാര്യങ്ങളിലുള്ള ചോദ്യചിഹ്നങ്ങളായിട്ടാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ പുതിയ കാലത്തുള്ള ഒരു പുതിയൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ പുതിയൊരു വേർഷനാണ് നമ്മുടെ ഇസ്ലാമിൻ ഒരു പഴഞ്ചനാണ്, പിന്തിരിപ്പൻ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ മതം നവീകരിക്കപ്പെടണം എന്നൊരു വാദത്തെക്കുറിച്ച് ഉസ്താദിൻ്റെ സമീപനം എങ്ങനെയാണ് നമ്മളതിനെ നോക്കി കാണേണ്ടത്? ഈ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ പഴയതായതുകൊണ്ട് ഒരു കാര്യം മോശമാവില്ല. ഇപ്പം ഞാനിന്ന് ഞാനും സംസാരിക്കുമ്പോൾ ഒന്ന് വളരെ സൗമ്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വന്നു, വളരെ റഫായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ ഞാൻ റഫായിട്ട് പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ്, അതാണ് മോശം. പഴയതാണ് എന്നുള്ളത് കൊണ്ട് ഒരു മൂല്യം മോശമാവില്ല. അപ്പോൾ പഴയതുണ്ടാവാം, പുതിയതുണ്ടാവാം. അപ്പോൾ ആത്യന്തികമായി ചില മൂല്യങ്ങളിൽ മനുഷ്യർ വിശ്വസിക്കണം. സ്നേഹം, കരുണ, ദയ, സൗമ്യമായ പെരുമാറ്റം, അതുപോലെ മിതമായി ഭക്ഷണം കഴിക്കൽ, ആവശ്യത്തിന് വ്യായാമം ഉണ്ടാവൽ, നല്ല കാഴ്ചകൾ കാണൽ, ആളുകളെ വഞ്ചിക്കാതിരിക്കൽ, ഇതൊക്കെ ആത്യന്തികമായ മൂല്യങ്ങളാണ്. കാലം മാറുന്നതനുസരിച്ച് ഇത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഴഞ്ചനാണോ? അതെ, നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ പഴഞ്ചനാണ്. നേരെ മറിച്ച് നവീകരണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നവീകരണം കാലത്തിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിർബന്ധമാണ്. ആവശ്യമുണ്ടോ എന്നല്ല, അത് നിർബന്ധമാണ്. ഇപ്പോൾ ഖുറാനിൽ കഞ്ചാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ ലഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതന്നെ കള്ളിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അപ്പോൾ കള്ള് ലഹരി ഉള്ളത് കൊണ്ട് പാടില്ല. അപ്പം ഇനി ദ്രാവകാവസ്ഥയിൽ, അപ്പോൾ അവിടെ ചർച്ച നടക്കുന്നു, കള്ള് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ദ്രാവകമായതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ജ്യൂസും പിന്നെ ലൈമും ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ചർച്ച അത് മധുരമുള്ളതുകൊണ്ടാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മധുരമുള്ള ബാക്കിയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. അവസാനം ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നു അത് ലഹരി ഉണ്ടായതുകൊണ്ടാണ്. അതോടുകൂടി പുതിയ നിയമം വരുന്നു, അനലോജിക്കൽ റീസണിംഗ് എന്നാണ് അതിന് പറയാം. ലീഗൽ തിയറിയിൽ കഞ്ചാവ് പറ്റൂല, MDMA പറ്റൂല, കുത്തിവെച്ച പറ്റൂല, ഒന്നും പറ്റൂല. ഇതാണ് നവീകരണം. ഈ നവീകരണത്തിന് ഒരു അലകും പിടിയൊക്കെ വേണം. ഒരു ബേസിക് സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിൻ്റെ മേലിൽ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷന് മുകളിൽ നിന്ന് എല്ലാവിധ നവീകരണങ്ങളും ആവശ്യമാണ്. അത് എല്ലാ സമൂഹങ്ങളും നടത്തുന്നതുമാണ്, അത് മതങ്ങൾ മാത്രമല്ല. പിന്നെ ചില മതസമൂഹങ്ങളിൽ പിന്നെ ഇതുപോലുള്ള നവീകരണങ്ങൾ ചിലപ്പോൾ സംഭവിക്കില്ല. അവർ ബാക്ക്വേർഡ് ആയിപ്പോവും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മറ്റു ഛിദ്രതകൾ അവരെ പിന്നോട്ട് നയിക്കും, റിഗ്രസീവ് ആയിപ്പോവും. അത് മതത്തിൻ്റെ കുറ്റമല്ല, അത് മതം കൈയാളുന്നവരുടെ കുറ്റമാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഫാസിസ്റ്റ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്ര നേതാക്കൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഞാനതിൽ പെടില്ല. അത് ഞങ്ങളെ ജനാധിപത്യത്തിൻ്റെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ന്യായമാണെങ്കിൽ പറയുന്നതും ന്യായമാണ്. അതുപോലെ ലോകത്ത് പിന്നെ സ്റ്റാലിൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അത് എൻ്റെ കുഴപ്പമില്ല എന്ന് കാൾ മാർക്സ് എണീറ്റ് വന്ന് പറയാൻ നിൽക്കുക. അത് ന്യായമായി തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞതും ന്യായമാണ്. അപ്പോൾ നവീകരണം ആവശ്യമുള്ള സമയത്ത് നവീകരണങ്ങൾ ആവശ്യമാണ്. നമ്മൾ കാര്യങ്ങളെ പുതുക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വഴിയിൽ നിന്നും തടസ്സങ്ങൾ മാറ്റണം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിയുടെ കാലത്തുള്ള തടസ്സങ്ങൾ കല്ലും അതുപോലുള്ള കാര്യങ്ങളാണ്. ആ തടസ്സങ്ങൾ ഇന്നുണ്ട്. അതായത് ഏതായാലും അതിൽ അപ്ലിക്കബിളാണ് ആ നിയമം. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോവുകയാണ്, അപ്പോൾ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നബി വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്നതുകൊണ്ട് അതൊരു യൂണിവേഴ്സൽ വാല്യൂ ആയി മനസ്സിലാക്കുന്നൊരു മുസ്ലിം ലൈറ്റ് താഴ്ത്തി കൊടുത്താൽ അവൻ ആ ആത്യന്തികമായ മൂല്യം അവൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അത് നല്ല കാര്യമാണ്. ഇത്തരത്തിലുള്ള നവീകരണങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്, അതിൽ സംശയമില്ല. അത് പുതിയ കാലത്തിൽ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ, സാർവലൗകിക സത്യ അന്വേഷകർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇസ്ലാമിലെ ആളുകളെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പുതിയ കാലത്തൊരു ചർച്ചാ വിഷയമാകുന്നൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊരു മൂല്യത്തെ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നമ്മൾക്ക് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അതിനെ സമീപിക്കേണ്ട രീതി എങ്ങനെയാണ്? സാർവലൗകിക സത്യങ്ങൾ, അതുപോലെ അത് കണ്ടെത്തുന്ന ആളുകൾ, അതുപോലെ സർവ്വവേദ സത്യവാദികൾ, അതൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് അപ്പാരൻ്റ്ലി വളരെ അട്രാക്റ്റീവായൊരു ആശയമാണത്. അതിലേക്ക് ആളുകൾ ഒഴുകും തുടക്കത്തിൽ.
പക്ഷേ പിന്നീട് അതിനൊരു ഫൗണ്ടേഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുക. അത് ചരിത്രത്തിലുടനീളം, അത് കാരണം അത് സ്റ്റേബിളല്ല, അത് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എല്ലാ മതത്തിലും സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, എല്ലാ മതത്തിലും കരുണയെക്കുറിച്ച് പറയുന്നു, സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാ മതത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ സൊറ്റീരിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഓരോരുത്തർക്കും അവനവൻ്റേത് വിശ്വസിക്കാം. എൻ്റെ മതം വിശ്വസിച്ചാലേ മോക്ഷമുള്ളൂ എന്നൊരാൾ വിശ്വസിച്ചത് കൊണ്ട് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ആളുകൾ, ചില ചിന്തകന്മാരൊക്കെ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് മുസ്ലിം നാഗരികതകളൊക്കെ കാണിച്ചു കൊടുത്തതാണ്. ബഗ്ദാദിലാണെങ്കിലും ഡമസ്കസിലാണെങ്കിലും അതുപോലെ ഐബീരിയൻ പെനിൻസുലയിലാണെങ്കിലും അതുപോലെ സ്പെയിനിലെ ഗ്രാനഡ, ടോളിഡോ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും വളരെ സന്തോഷത്തോടെ, സഹിഷ്ണുതയോടെ, സമാധാനത്തോടെയാണ് ഗവേഷണ പഠനങ്ങളിൽ ഏർപ്പെട്ടതും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടതും. ഇപ്പോൾ സ്പെയിനിലുള്ള ആ നാഗരികതയെക്കുറിച്ചൊക്കെ ഇപ്പോൾ AD 7-8 നൂറ്റാണ്ടുകളിലൊക്കെ ലാ കോൺവിവെൻഷ്യ എന്നൊക്കെയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ദി കോ എക്സിസ്റ്റൻസ്, സഹജീവിതം, വളരെ സന്തോഷപൂർണ്ണമായ സഹജീവിതം. അതില്ലാതായത് കൊളോണിയലിസം വന്നപ്പോഴും അതുപോലെ ക്രിസ്ത്യൻ ഇടപെടലിൽ സ്പെയിനുകളിൽ ഉണ്ടായപ്പോഴൊക്കെയാണ് അതില്ലാതായത്. മുസ്ലിം നാഗരികത, മധ്യകാല മുസ്ലിം നാഗരികത ഇല്ലായിരുന്നെങ്കിൽ ജൂതന്മാർ ബാക്കിയാവുമായിരുന്നില്ല എന്നൊരു ആന്ത്രപ്പോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഇവരുടെ ഒരു പൊതു തിയറി, ഇപ്പോൾ ഈ അടുത്ത് KT ജലീലൊക്കെ സ്വർഗസ്ഥനായ ഗാന്ധിജിയൊക്കെ ഇറക്കി. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ മതം മാത്രമാണ് ശരിയെന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ കാണാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അപ്പോഴാണ് സഹിഷ്ണുതയോടെ കാണുക. കാരണം മുസ്ലിങ്ങൾക്ക് അത് ബാധ്യത കൂടിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിട്ട് ഗുണകാംക്ഷയാണ്. അപ്പോൾ മറ്റുള്ളവരെയും സ്വർഗത്തിൽ എത്തിക്കണമല്ലോ എന്ന ഒരു ഇൻസ്റ്റിക്റ്റ് ആരുടെ ഉള്ളിലുണ്ടാവും? ഒരു മതപരമായിട്ട്, മതത്തിൽ നിന്നും ദൈവബോധത്തിൽ നിന്നും ഉത്ഭൂതമായ ഒരു താല്പര്യം, ഗുണകാംക്ഷ മറ്റു മതക്കാരോടും മുസ്ലിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ദൈവപ്രവർത്തനങ്ങളും മറ്റൊക്കെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അതിൽ ആത്മവിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മതത്തിൽ വന്നാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വസിച്ചത് കൊണ്ട് അയാളെ കുറ്റം പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ ഗുണകാംക്ഷ മറ്റുള്ളവർക്ക് വേണ്ടിയും അയാൾക്ക് കാംക്ഷിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല, അതുകൊണ്ടാണ് വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നതൊരു നുണയാണ്. കാരണം ഇസ്ലാമിക മുൻ നാഗരികതകളിൽ തെളിവുകളുണ്ട്. എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിച്ചതും മുസ്ലിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്തും. ഇപ്പോൾ സംഘപരിവാറിൻ്റെ നെഗറ്റീവൊക്കെ അതാണല്ലോ. ഇവിടെ ഇപ്പോൾ സംഘപരിവാർ എന്നൊന്നും പറയണ്ട, ഇവിടുത്തെ ഇടതുപക്ഷവും കണക്ക് തന്നെ. VS അച്യുതാനന്ദൻ പറഞ്ഞത് അതെ കുറച്ച് ഏതാനും വർഷങ്ങളാവുമ്പോഴേക്കും കേരളത്തിൽ കേരള മുസ്ലിം രാജ്യമാവാൻ സാധ്യതയുണ്ട്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആവാൻ സാധ്യതയുണ്ടെന്ന് VS അച്യുതാനന്ദനാണ് പറഞ്ഞത്. അതൊരു നുണയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ തന്നെ എന്താ, ചരിത്രത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഓക്കെ. പിന്നെ ഗാന്ധിജിയുടെ സ്വർഗവാസം, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഗാന്ധിജിക്ക് ആക്ച്വലി നമ്മുടെ സ്വർഗം വേണമെന്നില്ലെന്നേ. പിന്നെ എന്തിനാ നമ്മളായിട്ട് ഗാന്ധിജിയെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളതാണ്. ഗാന്ധിജി ഹേ റാം എന്ന് പ്രൊക്ലെയിം ചെയ്ത് മരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട. പിന്നെ എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആധാർ കാർഡുമായിട്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായി, ആധാർ കാർഡുമായിട്ട് എല്ലാവരും റേഷൻ കടയിൽ വരണം, എന്നാൽ അരി കിട്ടുന്നതാണ്. അപ്പോൾ ഒരാൾ പറയാം, ആധാർ കാർഡൊന്നും വേണ്ട, അതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അരി കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ സ്വർഗം ഓഫർ ചെയ്യപ്പെടുന്നത് ആർക്കാണ്? ആമനു വ അമിലു സ്വാലിഹാത്തി എന്നുള്ളതാണ്. വിശ്വാസവും അതുപോലെ സൽപ്രവർത്തനമുള്ളവർക്ക് പിന്നെ സ്വർഗം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഖുറാനിൽ ചില സൂറത്തുകളിൽ 2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഇന എന്നൊക്കെ പറയുന്നുണ്ട്. ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അതുപോലെ സാബിയൻ മതക്കാരാണെങ്കിലൊക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് വേറൊരു വാക്യവും പറയുന്നുണ്ട്. അതായത് അവർക്കൊക്കെ മോക്ഷമുണ്ട് എന്നുള്ള ആശയം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ആ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. കാരണം അതിന് തൊട്ട് മുമ്പത്തെ ആയത്തും അതിന് തൊട്ട് ശേഷമുള്ള ആയത്തൊക്കെ നബിയെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്തതിൻ്റെയും നബിയെ ജൂതന്മാർ ധിക്കരിച്ചതിൻ്റെയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇത് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഏതൊരു ജൂതനും ഏതൊരു ക്രിസ്ത്യനും ഏതൊരു സാബിയനും ഈ മുഹമ്മദ് നബി പറഞ്ഞതിനനുസരിച്ച് പോയാൽ സ്വർഗം കിട്ടുമെന്നാണ് പറഞ്ഞത്. വളരെ ക്ലിയറാണ്. അതായത് അതിനെ കണ്ടക്സ്ച്വലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ CH മുസ്തഫ മൗലവി ആണെങ്കിലും ഷാഫി കൊല്ലാണെങ്കിലും ഇങ്ങനെയുള്ള കുറേ അവതാരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്.
അവർ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കാം, നമ്മളവരെ ആക്ഷേപിക്കണമെന്നില്ല, എല്ലാവർക്കും വേണ്ടേ, എല്ലാവർക്കും അല്ല, കാരുണ്യം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ അങ്ങനെയുള്ളൊരു കാരുണ്യം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിൽ കാരുണ്യം മാത്രമല്ല, ഇസ്ലാമിൽ ജസ്റ്റിസും കൂടി ഉണ്ട്, നീതിയും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിക്കാരിയസ് അറ്റോൺമെൻറ്റ് എന്നൊക്കെ പറയും, ക്രിസ്തീയ, അതായത് മനുഷ്യരുടെ മൊത്തം തെറ്റ് ഏറ്റെടുത്തിട്ട് ഒരാൾ ബലിയാടാവുന്ന സംഭവം, അത് ക്രിസ്ത്യൻ തിയോളജി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ യേശു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എന്ത് ചെയ്തു, എല്ലാവരോടും മേഴ്സി പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെറ്റുകളെല്ലാം ഏറ്റെടുത്തു. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ദൈവത്തെക്കുറിച്ചുള്ള ഇസ്ലാം ദൈവത്തെ കാണുന്നത്, പരിചയപ്പെടുത്തപ്പെട്ട ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ കാരുണ്യവാൻ മാത്രമല്ല, നീതി ചെയ്യുന്ന ആളും കൂടിയാണ്. അർഹിച്ചവർക്ക് അർഹിച്ചത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്കീമും കൂടിയും ഇസ്ലാമിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട, ഗസാലി ഇമാമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വർഗ്ഗവും നരകമൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ പിന്നെ മനുഷ്യർ പലതരം ആളുകളാണ്. ഒരാൾ ചിലപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് ഒരു നന്മയും കിട്ടാതെ, മനസ്സിലാക്കാതെ, ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒന്നും അറിയാതെ വളരുന്ന ഒരാൾ, അയാൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഇസ്ലാം ശരിയല്ല എന്നുള്ളത്. അയാൾക്ക് മറ്റൊരു വെളിച്ചവും ഒരു ഗൈഡൻസും എവിടെ നിന്നും കിട്ടുന്നില്ല എന്നൊക്കെ. ഒരു പക്ഷേ അയാളോട് അള്ളാഹ് കരുണ ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ആഖിറത്തിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തേക്കാം. അത് തീരുമാനിക്കണം നമ്മളല്ല, അത് അള്ളയാണ് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് പിന്നെ പൊതുനിയമായിട്ട് പറയാം, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്തവരാണ് സ്വർഗ്ഗത്തിൽ, അല്ലാത്തവർ നരകത്തിൽ എന്ന് പൊതുനിയമായിട്ട് നമുക്ക് പറയാം. ഒരു വ്യക്തിയെ ചൂണ്ടി ഇയാൾ സ്വർഗ്ഗത്തിലാണ്, ഒരു വ്യക്തിയെ ചൂണ്ടി ഇയാൾ നരകത്തിലാണ്, ഇത് പറയലും മുസ്ലിങ്ങളുടെ ഡ്യൂട്ടി അല്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിൻ്റെ റഹ്മത്തില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബി അപ്പോൾ താങ്കളോ? ഹത്ത അന എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇവിടെ പരമപ്രധാനം. നമ്മളൊക്കെ സൃഷ്ടികളാണ്, അള്ളാഹുവിലേക്കാണ് മടക്കം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരമപ്രധാനമാകുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പറഞ്ഞ ഗാന്ധിജി തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഇമേജിൻ. കാരണം ഗാന്ധിജി തോമസ് കാർലൈലിനെ, പിന്നെ ഗാന്ധിജിയുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം തോമസ് കാർലൈലിനെ വായിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തൊരു ആളാണ് ഗാന്ധിജി. അതിലൂടെ ഇനി ഗാന്ധിജി ഇസ്ലാമിൻ്റെ സത്യത കൃത്യമായി മനസ്സിലാക്കി നോക്കുക, സങ്കല്പിക്കുക. എന്നിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നു നോക്കുക, ഗാന്ധിജി നരകത്തിലായിരിക്കും. നമുക്കതിനെക്കുറിച്ചൊന്നും പറയല്ല. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഗാന്ധിജി ഉള്ളാൽ പിന്നെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അദ്ദേഹം കൊണ്ടുവന്നത് മുൻകാലങ്ങളിൽ പ്രവാചകന്മാർ ഈസാ മൂസ അലൈഹിസ്സലാം അവർ കൊണ്ടുവന്നതിൻ്റെ കൺഫർമേഷനാണെന്നും മനസ്സിലാക്കുകയും അള്ളാഹു ഏകനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗ്ഗത്തിലായിരിക്കും. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയവും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അത് നമുക്കറിയില്ല. അതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. പിന്നെ ലോകത്ത് ഹുസൈൻ നസറിനെ പോലെ, മാർട്ടിൻ ലിങ്സിനെ പോലെ, പിന്നെ ഫസലുർ റഹ്മാനൊക്കെ പോലെ ഈ സൊറ്റീരിയോളജിക്കൽ സാൽവിഫിക് ഇൻക്ലൂസിവിസം എന്നൊക്കെ പറയും. അതായത് എല്ലാ ഗ്ലോബൽ തിയോളജി എന്നൊക്കെ അതിന് പറയും. പെരന്യൽ വിസ്ഡം, പെരന്യൽ ഫിലോസഫി എന്നൊക്കെ പറയും. എല്ലാ മതത്തിലും ഇതിൻ്റെ അംശങ്ങളുണ്ട്. എല്ലാം ഒരു കടലിൽ ചേരുന്ന വിവിധ പുഴകളാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നൊക്കെയുള്ളൊരാശയം. ദൈവം ഒന്നാണ്, സത്യം ഒന്നാണ്, മനുഷ്യർ അതിനെ പല പേരിൽ വിളിക്കുന്നു, ഈശ്വരൻ, അള്ളാഹ്, തേരേന എന്നൊക്കെ പറഞ്ഞ നല്ല രസമുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ആളുകൾ അങ്ങനെ മനസ്സിലാക്കും, സ്വാഭാവികമാണ്. പക്ഷെ അടിസ്ഥാനം ആളുകളിലേക്ക് സ്വാധീനം ചെലുത്തുന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സ്വാധീനം ചെലുത്താൻ ഒരു കാരണം, അത് ഒരു പരിധിവരെ മുസ്ലിങ്ങൾ അതിന് പ്രതിയാണ്. അതായത് മുസ്ലിങ്ങൾ സൗമ്യമായിട്ട് നബി ജീവിച്ച പോലെ ജീവിക്കുകയും നബി എങ്ങനെയാണ് ഒരു ഭർത്താവായി പെരുമാറിയത് അതുപോലെ ഒരു ഭർത്താവായിട്ട് മുസ്ലിങ്ങൾ വ്യക്തിപരമായിട്ട് കുടുംബാംഗങ്ങളിൽ പിന്നെ കുടുംബത്തിൽ പെരുമാറുകയും മുസ്ലിങ്ങൾ എത്രത്തോളം സത്യസന്ധരും കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും ഒക്കെ നീതി പുലർത്തുന്നവരും രാഷ്ട്രീയത്തിലും സാമൂഹിക പിന്നെ സംഘങ്ങളിലൊക്കെ പിന്നെ കൂറും സത്യസന്ധതയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരും ആയിട്ട് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുമായിരുന്നുവെങ്കിൽ ആളുകൾ അതിലേക്ക് ഒഴുകുമായിരുന്നു, ആളുകൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവുമായിരുന്നു. പക്ഷേ ആളുകൾക്ക് എവിടെയും ഒരു വെളിച്ചം കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി കൊല്ലത്തെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യും, പിന്നെ എല്ലാ മതങ്ങളും ഇപ്പോൾ ഈസാ നബിയുടെ കാലത്ത് കൊടുക്കുന്ന സത്യം, മൂസാ നബിയുടെ കാലത്ത് മൂസാ നബി പറഞ്ഞ കാര്യങ്ങൾ എന്നതുപോലെ അവരുടെ മുമ്പ് ജീവിച്ച പുരാതന കാലങ്ങളിൽ BC 4000 ഒക്കെ മുമ്പ് ജീവിച്ച പല പ്രവാചകന്മാരും പല സമയങ്ങളിൽ കൊണ്ടുവന്ന സത്യങ്ങളെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഇന്ന് രൂപപ്പെട്ട പല മത അനുയായികൾ രൂപപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ഇപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ സാധാരണ പറയാറുള്ളത്. പക്ഷേ അതിലെ നല്ല കാര്യങ്ങളെ മുഴുവൻ അഫേം ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതിലെ മോശം കാര്യങ്ങൾ തള്ളിപ്പറയുകയും ചെയ്തിട്ടാണ് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ബുദ്ധനൊക്കെ പ്രവാചകനാണെന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ കപില വസ്തു ഇസ്ലാമിൻ്റെ പല വകഭേദങ്ങളാണ് മറ്റു മതങ്ങളെന്നൊക്കെ വകഭേദങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ പുരാണങ്ങളിലെ ചില ക്യാരക്ടറുകൾ എടുത്തുകൊണ്ട് ഇന്ന് നബിമാരാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ ചർച്ചകളൊക്കെ നമ്മൾ അസംഷനാണ്. അതിൽ തെറ്റില്ല, കാരണം അതൊരു ഹിസ്റ്ററിക്കൽ സംഭവമാണ്. അത് വേണമെങ്കിൽ ഒരാൾക്ക് കണ്ടെത്താവുന്നതാണ്. അത് വിശ്വസിക്കലും തള്ളിക്കളയലും മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല. ഇപ്പോൾ ഇന്ന നബി ചിലപ്പോൾ ഇവിടെ വന്ന ആ പ്രവാചകനാവാൻ, ഇപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ അറിയപ്പെട്ട ഒരു പ്രവാചകനാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആളുകളെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉറുദു വേൾഡിൽ നിന്ന് ഇറങ്ങിയൊരു പുസ്തകം ആജ് നഹി തോ കബി നഹി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നൗ ഓർ നെവർ എന്നുള്ള ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിൽ ഇത്തരം സമാനതകൾ മൊത്തം വിശദീകരിക്കുന്നുണ്ട്. ഈ നബി ഇന്നതാവാം, മറ്റേ ഇന്നതാവാം, കായബ ഇന്നതാവാം, മറ്റേ ഇന്നതാവാം. അതൊരു ആളുകളെ രസിപ്പിക്കാനുള്ളൊരു പരിപാടി എന്നതിലുപരി അതൊരു ചരിത്രപരമായ ഗവേഷണം ആ അർത്ഥത്തിൽ നടക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും പ്രശസ്തമായ പേര്, ഇപ്പോൾ രാമൻ, കൃഷ്ണൻ, ഇവരൊക്കെ ചിലപ്പോൾ പഴയ പ്രവാചകന്മാരാവാം എന്ന് പറഞ്ഞാൽ ആവാം, ആവാതിരിക്കാം. ആണ് എന്നുള്ളതിനും അല്ല എന്നുള്ളതിനും നമുക്ക് തെളിവില്ല. നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമല്ല. ഇങ്ങനെയുള്ള ആളുകൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ട് അതൊക്കെയാണ് എന്നും മറ്റ് ഇസ്ലാമിൻ്റെ ചില നിയമപരമായ ഇടപെടലുകളുണ്ടല്ലോ അതിനെ കൂടി വിമർശിച്ചാണ് ഇവർ കാണുന്നത് എന്നുള്ളതാണ്. ഇനി ഉസ്താദ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പുതിയ കാലത്ത് സ്വർഗാനുരാഗം പോലുള്ള പുതിയ ഹോമോസെക്ഷൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുന്നയിക്കുന്ന ഇസ്ലാം ഹോമോസെക്ഷലിനെ അംഗീകരിക്കുന്നില്ല. സോ ഇസ്ലാം ഒരു അങ്ങനെ അംഗീകരിക്കാത്ത മതമാണ്, ഇസ്ലാമിനൊരു എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു ശക്തിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കാലത്തൊരു ചർച്ച കാനഡയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റികളിൽ സംഭവിക്കുന്നത് പോലെ, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, അതോടുകൂടെ ഞാൻ ഒരു ഹോമോസെക്ഷലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പുതിയൊരു സംവിധാനം വരുമ്പോൾ ഇസ്ലാമിക്കിൻ്റെ കാഴ്ചപ്പാടും അവരോട് സംവദിക്കൽ എങ്ങനെയാണ് എന്നുള്ളത്. ഹോമോസെക്ഷൽസിനെ വെറുക്കണം എന്ന് ഇസ്ലാമിലില്ല. ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയാണ് നമ്മൾ വെറുക്കേണ്ടത്. പിന്നെ ഒരാൾ ഹോമോസെക്ഷൽ അട്രാക്ഷനും മറ്റും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാളെ ശപിക്കുകയോ വെറുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് അയാൾ പറയുന്നത് സെക്ഷുവാലിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഐഡൻറ്റിറ്റി രൂപീകരണമാണ് ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ നടത്തുന്നത്. അതായത് എന്നെ ഞാനാക്കുന്നത് എൻ്റെ സെക്ഷുവാലിറ്റിയാണ് എന്നാണ് വാദം. അപ്പോൾ എന്നെ ഞാനാക്കുന്നത് എൻ്റെ സ്വവർഗ ലൈംഗിക മോഹമാണ് എന്നൊരാൾ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ ആൾക്ക് പറയാം എന്നെ ഞാനാക്കുന്നത് മൃഗ ലൈംഗിക മോഹമാണ്. അപ്പോൾ മൃഗഭോഗം ചെയ്യാനുള്ള ഒരു രതിവൈകൃതം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ പറയുന്നത് എന്നെ ഞാനാക്കുന്നു, ഞാനെന്ന് പറഞ്ഞാൽ മൃഗഭോഗിയാണ്, എന്നെ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ ഞാൻ ശവഭോഗിയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരാൾ ഹോമോസെക്ഷൽ ആണ് എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. അത് അയാളുടെ ദൈവമായുള്ള പ്രശ്നം. വേണമെങ്കിൽ ആളുകൾക്ക് ഉപദേശിക്കാം, മോനെ എങ്ങനെയൊന്നും ചെയ്യണ്ട, അള്ളാഹു പിന്നെ ഇസ്ലാമിൽ അത് അനുവദനീയമല്ല എന്ന് പറയാം. നേരെ മറിച്ച് അവൻ വന്നിട്ട് പറയണത് ഞാനൊരു കള്ളുകുടിയനായ മുസ്ലിമാണ്, ഞാൻ വെറും മുസ്ലിമല്ല, കള്ളുകുടിയനായ മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റിയിൽ എന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. നീ കള്ളു കുടിച്ചോ, ഓക്കെ, നീ കള്ളു കുടിച്ചോ എന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല. നീ കള്ളു കുടിച്ചാൽ അത് ഹറാമാണ്, നിൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിനക്ക് ശിക്ഷ ഉണ്ടാവും, നിൻ്റെ ഫാമിലി തകരും, നീ കുടിച്ച് വന്ന് ലക്ക് കെട്ട് വീട്ടിൽ അടിയും പിടി ഉണ്ടാക്കി നിൻ്റെ ഫാമിലി തകരും, ഇതൊക്കെ പറയാമെന്നല്ലാതെ അയാളെ ചേർത്ത് നിർത്തുകയും അയാൾക്ക് മനുഷ്യാവകാശങ്ങൾ ഇസ്ലാമിലുണ്ട്, അയാൾ പള്ളിയിൽ വരുമ്പോൾ ആട്ടി വിടേണ്ട ആവശ്യമില്ല, അയാൾ സക്കാത്തിൻ്റെ അർഹത അയാൾക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒന്നും അയാൾ ചെയ്യേണ്ട ആവശ്യമില്ല, കള്ളുകുടി തെറ്റാന്ന് നമ്മൾ പറയും. ഇതേ നിലപാട് തന്നെയാണ് നമുക്ക് ഹോമോസെക്ഷൽസിനോടുള്ളത്. പിന്നെ അത് ജീനാണ്, അത് ബ്രെയിനിലുള്ളതാണ്, അതൊക്കെ വേറെ ആക്ടിവിസ്റ്റുകളുടെ നുണകളും പ്രചാരണങ്ങളും പ്രൊപ്പഗണ്ടയും, അത് വേറൊരു ഇഷ്യൂ ആണ്, വേറെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഗേ ജീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് വളരെ മാസീവായ സ്റ്റഡികളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല. മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അത് എൻവയോൺമെൻറ്റിൽ നിന്നും പിന്നെ സോഷ്യലൈസേഷനിലൂടെയും ഒക്കെ രൂപപ്പെടുന്നൊരു സാധനമാണ്. ഗേ ആക്കിക്കളയുന്ന ആ ഫങ്ഷൻ മാത്രമുള്ള ഒരു ജീൻ കണ്ടെത്തിയിട്ടില്ല, അങ്ങനെ ഒരു ജീനില്ല. മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി ഇപ്പം അത് ഹോമോസെക്ഷുവാലിറ്റി അല്ലേ, ഹെറ്ററോസെക്ഷുവാലിറ്റി ആണെങ്കിൽ പോലും അതിനായിട്ടൊരു ജീനില്ല. മനുഷ്യൻ്റെ സെക്ഷുവൽ മോഹങ്ങൾ മനുഷ്യരിൽ വരിക, അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ മനുഷ്യർ രൂപപ്പെടുക പ്രകൃതിപരമായിട്ട്, സോഷ്യലൈസേഷൻ, അതുപോലെ പല സാഹചര്യങ്ങളിലൂടെയാണ് അത് രൂപപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറുത്തത് എൻ്റെ തെറ്റാണോ, അവൻ വെളുത്തത് അവൻ്റെ നന്മയാണോ, അതുപോലെയാണ് ഞാൻ ഹോമോസെക്ഷലായത് എൻ്റെ തെറ്റാണോ എന്നുള്ള ചോദ്യം അതൊരു ഫാലസിയാണ്. അത് തെറ്റായ ഒരു വളരെ മിസ്ലീഡിങ് ആയ ഡിസീവിങ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെയുള്ള ചർച്ചകളാണ് പുതിയ കാലത്ത് തീർച്ചയായിട്ടും. അപ്പോൾ അത് അല്ല എന്നുള്ളതിനൊരു തെളിവ് ഗേ ബൈ ചോയ്സ് മൂവ്മെൻറ്റ് ലോകത്തുണ്ടായിട്ടുണ്ടെന്നാണ്. ഗേ ബൈ ചോയ്സ് മൂവ്മെൻറ്റുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഗേ ആയ ആൾ
പിന്നെ ഒരു മാസം ഗേ ആയി ജീവിച്ച ആൾ ഞാൻ ആ പണി നിർത്തി എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10-25 വർഷം വയസ്സ് വരെ ഗേ അല്ലാത്ത ആൾ പെട്ടെന്ന് ഞാൻ ഗേ ആണ് എന്ന് പറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ ജീവൻ അതിൻ്റെ മുമ്പ് ഇനാക്റ്റീവ് ആയിരുന്നു, അങ്ങനെ ചോദ്യമുണ്ട്. അതുപോലെ ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഇരട്ടകൾ. അപ്പോൾ ഈ ഇരട്ടകളിൽ ഒരേപോലത്തെ ജീനിൻ്റെ കോപ്പിയാണ് ഉണ്ടാവുക. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ എ എന്നുള്ള പിന്നെ ആൾ ഗേ അല്ലാതിരിക്കുകയും ബി ഗേ ആവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗേ ജീൻ എന്ന് പറഞ്ഞൊരു സാധനം വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ മല്ലു അനലിസ്റ്റ് അങ്ങനെയുള്ള പല ടൈപ്പ് ആളുകളൊക്കെ പറയാറുണ്ട്, അത് അവരുടെ തലച്ചോറാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരെ കുറിച്ചും അങ്ങനെ പറയാമല്ലോ. ഇപ്പോൾ ശവരധിക്കാരെയും മൃഗരധിക്കാരെയും ക്ലെപ്റ്റോമാനിയക്കിനൊക്കെ അങ്ങനെ പറയാം. അവരൊക്കെ മോഷണം ഒരാൾക്കൊരു ഇതാണ്, അവരെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാമല്ലോ. ഉസ്താദിൻ്റെ ഒരു ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയ കാലത്ത് റിലീജിയസ് ടോളറൻസ് ആണ്, സിവിൽ ടോളറൻസ് ആണ്. അതിന് ഇസ്ലാമിക അല്ലാത്ത രീതിയിലുള്ളൊരു ഭാഷണം ഒരു പ്രസംഗത്തിൽ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? അത് പുതിയ കാലത്തൊരു സിസ്റ്റം ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിവിൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ ഈ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ നമ്മുടെ ആശയങ്ങളെ പൊതുസമൂഹത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയിൽ നമ്മളെ ഒതുങ്ങിക്കൂടുക എന്നുള്ള രീതിയിൽ ഉസ്താദിൻ്റെ ഒരു ഭാഷണത്തിൽ ശ്രദ്ധിച്ചിരുന്നു. സിവിൽ ടോളറൻസ് ആണ് ഒരാളൊരു കോട്ടിങ് ഉദ്ധരിച്ചുകൊണ്ട്. പഴയ കാലത്ത് യഥാർത്ഥത്തിൽ പ്ലൂരലിസം, ലിബേർട്ടി, പിന്നെ ടോളറൻസ്, ഇതിനൊന്നും സമാനമായ അറബി പദങ്ങൾ മിഡീവൽ പീരീഡിലില്ല. ഇപ്പോൾ ടോളറൻസിന് ഇപ്പോൾ തായുഷ് സിൽമി എന്നൊക്കെ പറയും, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, ഇങ്ങനൊരു പദം മിഡീവൽ പീരീഡിലില്ല. റസൂലുള്ളാഹിൻ്റെ കാലത്തോ ഖുലഫാ റാഷിദുകളുടെ കാലത്തോ അതിൻ്റെ ശേഷം ഇസ്ലാമിക നാഗരികത പുഷ്പിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും തായുഷ് സിൽമി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്ത് തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് ആവണം, എന്നാലേ എന്താവുള്ളൂ, പിന്നെ ആളുകളുടെ നീതിയൊക്കെ നടപ്പാവുള്ളൂ. യഥാർത്ഥത്തിൽ ഡെമോക്രസി എന്നുള്ളത് ലക്ഷ്യമല്ല. ആധുനിക നാഷണൽ സ്റ്റേറ്റിൻ്റെ കാലത്ത് ഡെമോക്രസിയെ ഒരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത്. ഡെമോക്രസി ആക്ച്വലി മാർഗമാണ്, ലക്ഷ്യം ജസ്റ്റിസാണ്. ജസ്റ്റിസ് നിറവേറ്റപ്പെടാൻ, ജസ്റ്റിസ് ഡെലിവേർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഡെമോക്രസി. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഓട്ടോക്രസി ആണെന്ന് വെക്കുക, അയാൾ നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഒരു രാജ്യത്തിലെ ഒരു ഓട്ടോക്രാറ്റ് ഉണ്ട് സങ്കല്പിക്കുക, അയാൾ കൃത്യമായിട്ട് ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നീതിപൂർവ്വം ഭരണം നടത്തി, അയൽവാസികളുള്ള കടമയെക്കുറിച്ച് ബോധിപ്പിച്ചു. അതുപോലെ അലി റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണം ഏറ്റെടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങളിൽ ദുർബലൻ എൻ്റെ അടുത്ത് ശക്തനാണ്, നിങ്ങളിൽ ശക്തനോ ഒരു പക്ഷേ എൻ്റെ അടുത്ത് ദുർബലനായിരിക്കും, അത്രമേൽ നീതിക്ക് ഞാൻ പ്രാധാന്യം നൽകുന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനനുസരിച്ച് ഒരാൾ ഭരിച്ചാൽ, ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗാന്ധിജി പറഞ്ഞല്ലോ, അയാളൊരു ഓട്ടോക്രാറ്റ് ആണെങ്കിൽ പോലും അവിടെ ജസ്റ്റിസ് ഡെലിവേർഡാണ്. നേരെ മറിച്ച് ഇപ്പുറത്തൊരു ഡെമോക്രാറ്റാണ്, ആ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആ ഡെമോക്രസിയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ത്, നാളെ മുതൽ നമുക്ക് മുസ്ലിങ്ങളെ കൊല്ലാം. ഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേന്ന് നിയമമാണ്. എന്ത് പരിപാടിയാണ്? അപ്പോൾ പിന്നെന്തായി, ഇവരെ കൊല്ലാൻ പറ്റുന്നതായി. അതൊരു ലീഗൽ സംഭവമാണ്, നിയമപരമായിട്ട് തന്നെ നാളെ മുസ്ലിങ്ങളെ കൊല്ലാം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രികളുടെ ഭരണഘടനയൊക്കെ തയ്യാറാക്കിയത് തലയിൽ ആൾപ്പാർപ്പുള്ള നീതിയുക്തരായ മനുഷ്യന്മാരാണ്. അവർ മതത്തിൽ നിന്ന് ഉത്ഭൂതമായ നീതിനിഷ്ഠ ജീവിതത്തിൽ പകർത്തിയ മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭരണഘടന രാജ്യങ്ങൾക്ക് ഉണ്ടായത്, മനുഷ്യൻ്റെ സഹജമായ ഒരു ധാർമ്മിക ബോധം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണം ഏറ്റെടുക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ അയ്യുഹന്നാസ് ലഖദ് ഉല്ലീതു അലൈക്കും വലസ്തു ബി ഖൈരിക്കും, ഞാൻ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഐ അസ്യൂം എന്നല്ല പറഞ്ഞു, എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു വലസ്തു ബി ഖൈരി മിൻകും, ഞാനാണെങ്കിലോ നിങ്ങളെക്കാൾ നല്ലവനുമല്ല. അത്ര നല്ലൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്? ഇസ്ലാമിൽ അമാനത്താണെന്ന് പറയുന്നത്. അതെ, ഇസ്ലാമിലെ അധികാരം ശരിക്കും അമാനത്താണ്. അതുകൊണ്ടാണ് പ്രിവിലേജ് അല്ല. അതായത് മുമ്പൊരു പ്രസംഗത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അതുപോലെ തന്നെ പുതിയ സഞ്ചാരികളൊക്കെ പറയുന്നൊരു കാര്യം, അവർ ബഹുസ്വരം ഉൾക്കൊള്ളുന്ന ആളുകളാണ്, അവർ എല്ലാ നാടുകളും കാണുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് യൂറോപ്യൻ സംസ്കാരങ്ങളാണ് നാട്ടിലെവിടെ ഉണ്ടാവേണ്ടത്. ചില ആളുകളെ അങ്ങനെ യൂറോപ്യൻ ഭക്തരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, ഇതൊരു സിവിൽ സൊസൈറ്റിയുടെ സമൂഹമാകുമ്പോൾ എല്ലാ മതങ്ങൾക്കും ആശയങ്ങളും ഉണ്ട്, ആദർശങ്ങളുണ്ട്, എല്ലാ മതങ്ങളും നല്ല സംവേദനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ നൽകുന്ന ഡെലിവറികളുണ്ട്, ആ ആശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അത് യൂറോപ്യൻ ഭക്തന്മാരായി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ അസർബൈജാനിലെ
അമ്മൂമ്മയെക്കുറിച്ചും പറയുന്നത്. അതൊരു വല്യമ്മയാണ്. പിന്നെ അസർബൈജാനിലെ ഗ്രാമത്തിലെ ഒരു മുസ്ലിം അമ്മൂമ്മയെക്കുറിച്ചാണ്. അസർബൈജാനെ പോലുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റി അനുഭവിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇവർ യൂറോപ്യൻ ഭക്തരാവാൻ കാരണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ഒരു രീതികളൊക്കെയാണ്. പിന്നെ വിഭവസമൃദ്ധമായ സംഭവങ്ങൾ, അതുപോലെ സിവിൽ സൊസൈറ്റി, പൗരന്മാർക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭരണകൂടങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത്. പലപ്പോഴും മുസ്ലിങ്ങളത് പകർത്തേണ്ടതാണ്. അറബികൾ ഒരുപാട് കാര്യങ്ങൾ പകർത്തി. അറബികൾ യൂറോപ്യൻസിൻ്റെ ധാർമ്മികതയാണ് പകർത്തിയത്. യൂറോപ്യൻസിൻ്റെ ധാർമ്മികത എന്താ? സെക്ഷൽ അനാർക്കി, പിന്നെ വിവാഹപൂർവ്വ ലൈംഗികത, വിവാഹത്തിന് ശേഷമുള്ള അവിഹിതമായ ലൈംഗികത, പിന്നെ ലഹരി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവർ വെസ്റ്റിൽ നിന്ന് ചിലപ്പോൾ പകർത്തിയിട്ടുണ്ടാവാം. പിന്നെ അവരുടേതായിട്ട് ചില ട്രഡീഷണൽ ഹോസ്പിറ്റാലിറ്റി പോലുള്ള ഗുണങ്ങളുണ്ട്. നേരെ മറിച്ച് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ പകർത്തിയത് യൂറോപ്യന്മാരുടെ സയൻസിലും ടെക്നോളജിയിലുള്ള ശേഷിയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതാനിഷ്ഠ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ വെസ്റ്റിൽ പോയാൽ പൊതുവേ കൊളോണിയൽ രാജ്യങ്ങളാണല്ലോ കൂടുതലും യൂറോപ്പിലുള്ളത്. അവരൊക്കെ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ട് അത് ക്യാപിറ്റലാക്കി വെച്ചുകൊണ്ട് അവരവിടെ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചറും അതായത് വമ്പൻ സിസ്റ്റങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സയൻസും ടെക്നോളജിയൊക്കെ അവിടെ വികസിച്ചിട്ടുണ്ട്. അതിൽ ആകൃഷ്ടരായ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു പോകുന്നതാണ് അവരങ്ങനെ യൂറോപ്യൻ ഭക്തരായിത്തീരുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിൻ്റെ പളപളപ്പും ഇൻഷുറൻസും പിന്നെ ഒരു വാഹനങ്ങളും ഇതൊന്നും അല്ലല്ലോ പുരോഗമനം എന്ന് പറഞ്ഞാൽ, പുരോഗതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ. നമുക്ക് പിന്നെ 12 മണി കഴിഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഒരു സിറ്റിയിലൂടെ മനസ്സമാധാനത്തോടെ നടന്നു പോകാൻ പറ്റുക എന്നുള്ളതാണ്. അതാണല്ലോ പുരോഗമനം എന്ന് പറഞ്ഞാൽ. അതുപോലെ എല്ലാവർക്കും സ്പേസ് ഉണ്ടാവുക, മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു പെണ്ണിന് ഒരു ഉദ്ഘാടനത്തിന് ഒരു നടി വിളിക്കപ്പെടുക എന്നുണ്ടെങ്കിൽ അവളുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്താ? ഓരോ ക്യാമറ കണ്ണും ഏത് ഭാഗത്തേക്കാണ് സൂം ചെയ്യണത് എന്നുള്ളത് അവൾക്ക് നിശ്ചയിക്കാനുള്ള അധികാരമില്ല. അത്രമേൽ ആ നടി പിന്നെ ഓറിയൻറ്റേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാനിങ്ങനെ തുറന്നിട്ട് പോയാലേ ഞാൻ പ്രോഗ്രസീവ് ആവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റിഗ്രസീവ് ആയിപ്പോവും, സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ വരും, അതുകൊണ്ട് ഞാൻ പർദ്ദടുന്നില്ല എന്ന മൂലം അവരത് അയച്ചിട്ടിട്ട് പോവാണ്. അതേ ആളുകൾ തന്നെ അവരുടെ പ്രൈവറ്റ് ഇടങ്ങളിൽ പോകുമ്പോൾ ഇസ്ലാമിക പർദ്ദ ധരിച്ചു പോകുന്നതായിട്ടും കാണുന്ന അങ്ങനെ ചില നടിമാരൊക്കെ തുറന്നിട്ടുണ്ട്. ലുലുമാളിൽ ഞാൻ പോലെ പർദ്ദട്ടിട്ടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പർദ്ദടുന്ന പെൺകുട്ടികളെ കുറിച്ച് ഇവർ പറയുന്നത് അത് ഓപ്പറേഷനാണ്, ഇസ്ലാം പോലെ അടിച്ചമർത്തിയതാണ്. എന്നിട്ട് ഇവരെ കുറിച്ച് പറയുന്നത് അത് ചോയ്സുമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ചോയ്സൊന്നുമല്ല, അവർ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുകയാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ ഞാൻ പ്രോഗ്രസീവ് ആവുള്ളൂ എന്ന് ഇവർ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെലിബ്രിറ്റികൾ മുഖാന്തരം, സിനിമകൾ മുഖാന്തരമൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ പോലെ ഈ പൊതുസമൂഹത്തിൽ വസ്ത്രധാരണകൾ സ്ത്രീകൾ കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആവുക, പുരുഷന്മാർ കുറച്ചും കൂടെ ടേയും കോട്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അട്രാക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു രീതിയുണ്ട്. അതെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ ഔറത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം എന്തുകൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, കണിശമായി പറഞ്ഞു എന്നുള്ളത് ഇന്ന് തെളിവാണത്. സ്ത്രീകൾ റിയാലിറ്റി ഷോകളിലും മറ്റൊക്കെ വരുമ്പോൾ കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടാണ് വരിക, പുരുഷന്മാരാണ് യോഗ ഇട്ടിട്ടാണ് വരിക എന്നുള്ളത്. ഇത്ര സമയം നമ്മുടെ കൂടെ നവകാല കാലഘട്ടത്തിലെ സംശയങ്ങൾ കുറിച്ച് നമ്മൾ നന്നായി സംസാരിച്ച ഉസ്താദ് റഷീദ് ഉസ്താദിന് എല്ലാവിധ നന്ദികൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.